നമസ്കാരം. കേരളത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ സജീവമായിരിക്കും. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 23 മഴയുടെ വ്യാപ്തി കുറയുമെങ്കിലും എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഗ്രീൻ അലർട്ട് തുടരും. മാർച്ച് 24, 25 ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ മലപ്പുറം, വയനാട് ജില്ലകളിലും മധ്യ കേരളത്തിൽ ഇടുക്കിയിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഗ്രീൻ അലർട്ട് ആയതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 2.5 മില്ലിമീറ്റർ മുതൽ 15.5 മില്ലിമീറ്റർ വരെയുള്ള നേരിയ മഴയ്ക്കോ അല്ലെങ്കിൽ 64.5 മില്ലിമീറ്റർ വരെയുള്ള മിതമായ മഴയ്ക്കുമാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മലയോര മേഖലകളിൽ ഉള്ളവരും യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇതിനിടെ സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം അപകടകരമായ അളവിൽ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന UV ഇൻഡെക്സ് 9 രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇൻഡെക്സ് 8. ഇവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. എറണാകുളം, കോഴിക്കോട്, വയനാട് 7 ഇൻഡെക്സ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 6. ഈ ജില്ലകളിലൊക്കെ തന്നെ മുൻകരുതൽ എടുക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തലസ്ഥാനത്ത് ഇൻഡെക്സ് 5 രേഖപ്പെടുത്തിയിരിക്കുന്നത്. UV ഇൻഡെക്സ് 8 മുതൽ 10 വരെ രേഖപ്പെടുത്തുന്ന ഇടങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം. വെയിലത്ത് ജോലി ചെയ്യുന്നവർ ആവശ്യമായി വിശ്രമം എടുക്കുകയും നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കുകയും വേണം. സൂര്യാഘാതത്തിനും ചർമ്മരോഗങ്ങൾക്കും സാധ്യത ഉള്ളതിനാൽ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ശീലമാക്കുക. സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തടയുവാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനിടെ ഒമാനിലെ വിവിധ പ്രദേശങ്ങളിൽ അനിശ്ചിത കാലാവസ്ഥ തുടരുന്നതിനാൽ മഴയും ഇടിമിന്നലും ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രത്യേകിച്ച് മസ്കറ്റ് ഗവർണറേറ്റ്, സൗത്ത് അൽ ബാത്തിനാഹ്, നോർത്ത് അൽ ബാത്തിനാഹ് എന്നീ പ്രദേശങ്ങളിൽ ക്യുമുലോനിംബസ് വ്യാപകമായി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി വ്യത്യസ്ത തീവ്രതയുള്ള മഴ ഇതിനകം തന്നെ പലയിടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മേഘ സംഘടനകൾ അടുത്ത ദിവസങ്ങളിലും തുടരുവാൻ സാധ്യതയുള്ളതിനാൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തി പ്രാപിക്കാം. ചില സ്ഥലങ്ങളിൽ കനത്ത മഴയും ഇടിമിന്നലും കൂടാതെ കാറ്റിന്റെ വേഗത കൂടുവാനും സാധ്യതയുണ്ട്. ഇത്തരം കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഇടിമിന്നലിനോടനുബന്ധിച്ച് ദൃശ്യപരിധി കുറയുക, ഇടയ്ക്കിടെ ആലിപ്പഴ മഴ പെയ്യുക, വാദികളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കുത്തൊഴുക്കായി നിറയുക തുടങ്ങിയ അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും വെള്ളം നിറഞ്ഞ റോഡുകൾ കടക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. സുരക്ഷ മുൻനിർത്തി ഔദ്യോഗിക കാലാവസ്ഥാ അറിയിപ്പുകൾ നിരന്തരം പരിശോധിക്കുവാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുവാനും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ അനിശ്ചിത കാലാവസ്ഥ തുടർന്നേക്കുമെന്നതിനാൽ അടിയന്തര സാഹചര്യങ്ങൾക്ക് തയ്യാറാകാനും അധികൃതർ നിർദ്ദേശിച്ചു.